ഈ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് വാരമായിരുന്നു. സ്റ്റോർ റൂമിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഡിസ്പോസ് ചെയ്യുകയും ആവശ്യമില്ലാത്തത് കൊടുത്തേക്കാം അല്ലെങ്കിൽ വിറ്റ് കളയാം എന്നുള്ളൊരു ഇതിലായിരുന്നു അമ്മ സെക്ഷൻ തിരിച്ചു വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്തത് എന്നുള്ളത് ആയിരുന്നൊരു വലിയൊരു ചോദ്യചിഹ്നം. അതുകൂടാതെ നോക്കുമ്പോൾ ഒരു 3 നിലവിളക്കും വേറെ ഓടിൻ്റെ കുറച്ച് ഐറ്റംസും വിൽക്കാൻ വെച്ചേക്കുക. അപ്പോൾ ഞാൻ അയ്യോ ഇതെന്തിനാ വെറുതെ കൊടുക്കേണ്ട, നമുക്കിത് തേച്ച് മിനുക്കിയെടുക്കാം. അപ്പം അമ്മ ഒരിക്കലും നടക്കില്ല, അത് കൊടുത്തേക്ക്, ഇവിടെ ഇനി സ്ഥലം മെനക്കെടുത്തരുത്, ഞാൻ ഇനി ഇതിവിടെ വെച്ച് സ്ഥലം വെറുതെ കളയരുത് എന്നൊക്കെ. അപ്പം എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്നതാണല്ലോ ഒരു ഹീറോയിസം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനിത് ക്ലീൻ ചെയ്ത് പഴയ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കും എന്നുള്ള അമ്മയോടൊരു ചാലഞ്ച് എടുത്തു. അങ്ങനെ എന്നെ സഹായിച്ച അച്ചാമ്മ പറഞ്ഞൊരു ടിപ്പ് പറഞ്ഞു തന്നു. ചാരവും നമ്മുടെ പുളിയും കൂടി ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ മതി, കളർ വരുന്നു. പക്ഷേ അതൊരു വലിയൊരു ടിപ്പാണ്. പക്ഷേങ്കിൽ ഇത് ഒരുപാട് പഴക്കമുള്ളത് കാരണം നമുക്കത് യൂസ്ഫുൾ ആയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ അട്ടർലി ഫെയിലായി. അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ബ്രാസ് വെച്ച് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെയും ഞാൻ തോറ്റു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ലൈം വെച്ച് തേച്ചാൽ കളർ കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഞാൻ ലൈം വെച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത് ഞാൻ വളരെ വിജയകരമായി പൂർത്തിയാക്കി. വളരെ സക്സസ്ഫുൾ ആയിരുന്നു ആ ഒരു ടിപ്പ്. അപ്പോൾ നമ്മൾ ജീവിതത്തിലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലും നമ്മൾ ഫെയിലായാൽ ഒരിക്കലും നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യുക. നമ്മൾക്ക് എന്ത് വന്നാലും നമ്മൾ സക്സസ് ആയിരിക്കും. നമ്മുടെ കഠിനാധ്വാനം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമുക്ക് സക്സസ് ആവണം അല്ലെങ്കിൽ നമുക്കിത് നേടിയെടുക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സ് സഹായിച്ചിരിക്കും.